ഒരു മാസം മുൻപ് പുഴയുടെ ആഴങ്ങളിലേക്ക് വീണുപോയ 4.5 പവന്റെ സ്വർണമാല. ഒഴുക്കിൽപ്പെട്ട ആ മാല ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതി ആ കുടുംബം പ്രത്യാശ പൂർണ്ണമായും ഉപേക്ഷിച്ചതാണ്. എന്നാൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ആ ഭാഗ്യം ഇപ്പോൾ ഉടമയുടെ കൈകളിലേക്ക് തന്നെ സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുന്നു. സത്യസന്ധയുടെ ഈ അപൂർവ നിമിഷത്തിന് സാക്ഷിയായത് കോതമംഗലമാണ്. പള്ളിക്കര സ്വദേശിയായ KG അനിൽകുമാറിനാണ് കുട്ടമ്പുഴ പുഴയിൽ വച്ച് തൻ്റെ വിലപിടിപ്പുള്ള സ്വർണമാല നഷ്ടമാകുന്നത്. നാട്ടുകാരും കുടുംബവും പുഴയിൽ ഏറെ തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം അതിരപ്പിള്ളി സ്വദേശിയായ ഷാജി MG എന്ന മനുഷ്യൻ്റെ കൈകളിലേക്ക് ഈ സ്വർണമാല എത്തിച്ചേരുകയായിരുന്നു. 4.5 പവന്റെ സ്വർണം കണ്ടിട്ടും മനസ്സു മാറാതെ അത് സ്വന്തമാക്കാൻ നോക്കാതെ അതിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനായി ഷാജി ശ്രമം തുടങ്ങി. ഒടുവിൽ അന്വേഷണത്തിനൊടുവിൽ മാലയുടെ യഥാർത്ഥ ഉടമ അനിൽകുമാറാണെന്ന് അദ്ദേഹം കണ്ടെത്തി. തുടർന്ന് കോതമംഗലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഷിബു ബേബി ജോണിൻ്റെയും ഷിബു തെക്കുംപുറം MLAയുടെയും സാന്നിധ്യത്തിൽ ഷാജി ആ മാല ഉടമയ്ക്ക് കൈമാറി. നഷ്ടപ്പെട്ടു എന്നു കരുതിയ തൻ്റെ സമ്പാദ്യം തിരികെ കിട്ടിയ സന്തോഷത്തിൽ അനിൽകുമാറും കുടുംബവും ഷാജിക്ക് നന്ദി പറയുകയാണ്. കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കുടുംബത്തിനും അവരുടെ അനിയനും അതിലെ ഇതിലും പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇത് ഞങ്ങൾ കുട്ടമ്പുഴയിൽ ടൂർ വന്നതാണ്. അന്നേരം അവിടെ കുളിക്കാനിറങ്ങാൻ കടവിൻ്റെ അവിടെ പോയപ്പോൾ വണ്ടി ഒന്നും തള്ളി, വണ്ടിയിൽ കുളത്തി അങ്ങനെ ചാടിപ്പോയതാണ്. അത് ഒരു മാസമായി കൊടുത്തിട്ട്. കുട്ടമ്പ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഇവരെ അവിടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഇവർക്ക് പുഴയിൽ നിന്ന് കിട്ടി. അങ്ങനെ നമുക്കിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. വരും സത്യസന്ധമായിട്ട് ഏൽപ്പിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ആർക്കും വേണമെങ്കിൽ മോഹമുണ്ടാകാവുന്ന ഈ കാലത്ത് സത്യസന്ധതയ്ക്ക് വില കൽപ്പിച്ച ഷാജി MGയുടെ ഈ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. അത്ഭുതകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഷാജിക്ക് ഇതുപോലെ സ്വർണമാല കളഞ്ഞു കിട്ടുന്നത് ഇതാദ്യമായല്ല. മുമ്പ് 3 പ്രാവശ്യം ഇത്തരത്തിൽ സ്വർണമാലകൾ കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നും അതെല്ലാം ഉടമസ്ഥർക്ക് തിരികെ നൽകിയിട്ടുണ്ടെന്നും ഷാജി പറയുന്നു. മന്ത്രിയുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ മാല കൈമാറാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് ഇവിടെ റിസോർട്ടിൽ ഫംഗ്ഷന് വന്നപ്പോൾ എനിക്ക് പുഴയിൽ നിന്ന് എനിക്ക് സാധനം കിട്ടി. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാ പോയേ. അപ്പം അതുപോലെ ആളെ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ആൾക്ക് തിരിച്ചു കൊടുക്കുന്നു, മാല തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ല, 3 മാല എനിക്ക് ഇത് കൂടാണ്ട് 3 മാല എനിക്ക് കിട്ടിയിട്ടുണ്ടായി. ഞാൻ അവിടെ വെറ്റലപ്പാറ പോലീസ് സ്റ്റേഷനിലും ചാലക്കുടിയിലും കൊടുത്തിട്ടുണ്ടായി. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇത് 4ാമത്തെ മാലയാണ്. അല്ല, അതും ആ സ്റ്റേഷനിലുണ്ടല്ലോ. ഇന്നത്തെ പ്രത്യേകത നമ്മൾ കൊടുത്തപ്പോൾ സന്തോഷമാണ്. ആൾക്കത് കിട്ടി. മന്ത്രിയുടെ മുന്നിൽ വെച്ച് കൊടുക്കണം. MLAയും മന്ത്രിയുടെ മുന്നിലും വെച്ച് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുള്ള ചടങ്ങിൽ JC സാജു, മേരി കുര്യാക്കോസ്, CB KA, എൽദോസ് ബേബി, പോൾ മാത്യു തുടങ്ങിയ പ്രമുഖരും സന്നിഹിതരായിരുന്നു. കള്ളത്തരം മാത്രം വാർത്തകളിൽ നിറയുന്ന ഈ കാലത്ത് ഷാജിയെപ്പോലെയുള്ള മനുഷ്യരാണ് ഈ ലോകത്തെ ഇപ്പോഴും മനോഹരമാക്കുന്നത്. Subscribe to One India and never miss an update.